സന്നിധാനത്ത് എത്തുന്ന തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബന്ധപ്പെടേണ്ട വിഭാഗം എന്ന് പറയുന്നത് പോലീസാണ്. പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇവർ 18-ാം പടി കയറുന്നത്. എപ്പോഴും പോലീസിൻ്റെ സേവനം കൊണ്ടാണ് വളരെ സുരക്ഷിതമായും സുഗമമായും ദർശനം സാധ്യമാകുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ADGP S. ശ്രീജിത്തുണ്ട്. സാർ, ഇപ്പോൾ നമ്മൾ 18-ാം പടി വഴിയുള്ള പോലീസിൻ്റെ സേവനം കൊണ്ടാണ് സ്വാഭാവികമായിട്ടും 18-ാം പടി വഴി ഭക്തർ സുഖമായി കയറി വരാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ കുറെ കൂടി സുഗമമായ രീതിയിൽ ദർശനം സാധ്യമാകാനുള്ള പദ്ധതികളൊക്കെ തയ്യാറാക്കിയെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ഇത്തവണ ഒരു 80-85 പേരെ വെച്ച് ഒരു മിനിറ്റിൽ കയറ്റാനായിട്ടുള്ള തീരുമാനമുണ്ട്. അത് സാധിച്ചു കഴിഞ്ഞാൽ ഈ എല്ലാവർക്കും സുഖദർശനം കൊടുക്കാൻ പറ്റും. സുഗമമായ ദർശനം ഭക്തജനങ്ങൾക്ക് സാധിക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇത്തവണ തുടക്കം മുതൽ തന്നെ ഈ ബുക്കിംഗ് സ്ലോട്ട്സ് എല്ലാം ഫില്ലായി കഴിഞ്ഞു. ഇപ്പം 30-ാം തീയതി വരെ 70,000-ൽ കവിഞ്ഞ് നമ്മൾ അനുവദിച്ചിട്ടുള്ള ഓൺലൈൻ ബുക്കിംഗ് പൂർണ്ണമായി കഴിഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ആൾക്കാർ വളരെ വ്രതശുദ്ധിയോടുകൂടി വരാൻ നേരത്തെ തീരുമാനം എടുത്ത പോലെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ വികാരം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ പോലീസ് അയ്യപ്പന്മാർ ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ കൊല്ലം 16-ാം തീയതി 14,000 ആൾക്കാരാണ് വന്നതെങ്കിൽ ഇക്കൊല്ലം വരുന്നത് 70,000-ആണ്. അപ്പം അങ്ങനെ കൂടുതൽ ഭക്തജനങ്ങൾ ഇങ്ങോട്ട് എത്തിപ്പെടാനും അവർക്ക് സുഗമമായിട്ട് ദർശനം നടത്തിയിട്ട് തിരിച്ചു പോകാനുമുള്ള സൗകര്യം ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ തവണത്തെ മണ്ഡലം മകരവിളക്ക് മഹോത്സവം കൊണ്ടാടാൻ പറ്റുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പല പരാതികളും മനുഷ്യാവകാശ കമ്മീഷൻ വരെ എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പഴി പോലീസ് കേൾക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അവലോകന യോഗം അടക്കം ഉള്ള യോഗങ്ങൾ ചേരുകയും ശ്രീരാമ സാഹചര്യത്തിലെല്ലാം യോഗം ചേരുകയെല്ലാം ചെയ്തു. ആ തരത്തിൽ പുതിയ പദ്ധതി ഏത് തരത്തിലാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? പഴി കേൾക്കുന്നതിന് പോലീസ് എന്നും വിധിക്കപ്പെട്ടവരാണ്. എന്നിരുന്നാലും ആ പഴി കേട്ടുകൊണ്ട് നല്ല രീതിയിൽ എല്ലാവർക്കും സൗകര്യം കൊടുക്കാൻ വേണ്ടി ഇത്തവണ സംസ്ഥാന പോലീസ് മേധാവി തന്നെ നേരിട്ടെത്തിയിട്ട് ഇന്നലെ ഒരു അവലോകന യോഗം നടത്തുകയുണ്ടായി. ഇന്ന് ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലും നല്ലൊരു തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നാളെ ഒരു യോഗം അദ്ദേഹത്തിൻ്റെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പോലീസ് വിചാരിച്ചാൽ മാത്രം ഇവിടെ ഒന്നും നടക്കില്ല. പോലീസും മറ്റെല്ലാ വിഭാഗങ്ങളും ഒന്നിച്ചു ചേർന്ന് ഭക്തജനങ്ങളുടെ പൂർണ്ണമായ സഹകരണത്തോടു കൂടി മാത്രമേ ഈ തീർത്ഥാടന കാലം നമുക്ക് വിജയപ്രദമാക്കാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഭക്തജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ പലരുടെയും ധാരണ ഒരു ബുക്കിംഗ് സ്ലോട്ടിൽ ഒരു സമയം കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് കൃത്യമായി ദർശനം കിട്ടണം എന്നുള്ളത് നിർബന്ധ ബുദ്ധിയാണ്. അത് ഈ തീർത്ഥാടനത്തിൻ്റെ പേരിലും ഭഗവാന്റെ പേരിലും അങ്ങനെ നിർബന്ധ ബുദ്ധി ആരും മനസ്സിൽ സൂക്ഷിക്കരുത്. ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങളും കാരണങ്ങളും കൊണ്ട്, തിരക്ക് കൊണ്ട്, ആചാരപരമായിട്ടുള്ള പ്രത്യേകതകൾ കൊണ്ട് ഒക്കെ ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ദർശനം കിട്ടിയില്ല എന്ന് വരാം. ക്ഷമയോടെ സഹനത്തോടു കൂടി ഭക്തിയോടുകൂടി ഭഗവാനെ കാത്തു നിൽക്കുന്ന ഒരവസരം എല്ലാവരും ഉണ്ടാക്കണം. പരമാവധി ബുദ്ധിമുട്ടില്ലാതെ എല്ലാവർക്കും ദർശനം ഞങ്ങൾ കൊടുക്കും. ഒരാൾ പോലും വന്ന് ബുദ്ധിമുട്ടി ദർശനം കിട്ടാതെ പോകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി എന്താ പറയുക, അകൈതവം പ്രയത്നിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ്. പമ്പയിൽ നിന്ന് ഇങ്ങോട്ട് ദർശനത്തിനായി തീർത്ഥാടകരെ കടത്തിവിടുന്ന കാര്യത്തിൽ പ്രത്യേക ഏതെങ്കിലും ചെക്ക് പോയിന്റുകളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്? അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അവിടെ ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് ചെക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്. അതിനു മുമ്പ് തന്നെ ഓർക്കാപ്പുറത്ത് വന്ന ഒരു ഗ്രൂപ്പിൽ കുറേ പേർക്ക് ബുക്കിംഗ് കിട്ടിയില്ലെങ്കിൽ അവർക്ക് എടുക്കാനുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിനേക്കാളൊക്കെ ഉപരി ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പമ്പയിൽ കുറച്ച് പാർക്കിംഗ് സൗകര്യം കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത്തവണ ഒരു 600-700ഓളം വാഹനങ്ങൾക്ക് അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ അതും ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് ബേസിസിലും ഒറ്റയ്ക്ക് വാഹനം കൊണ്ടുവരുന്ന ആൾക്കാർക്കും പ്രായമുള്ളവർക്കും കുട്ടികൾക്ക് പ്രിഫറൻസ് കൊടുക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് വരുമ്പോൾ അത്തരം കാര്യങ്ങളിലും പോലീസിൻ്റെ നിർദ്ദേശം കൃത്യമായി പാലിക്കാനായിട്ട് ഭക്തജനങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ 18-ാം പടിയിലെത്തുന്ന കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേക എന്തെങ്കിലും തയ്യാറെടുപ്പുണ്ടോ? അവരെ കയറ്റിവിടുന്ന കാര്യത്തിൽ ഞങ്ങളുടെ പോലീസ് അയ്യപ്പന്മാർ ജാഗരൂകരായി നിൽപ്പുണ്ട്. കുട്ടികളെ വളരെ ഭംഗിയായിട്ട് അവരെ 18-ാം പടി കയറ്റാനായിട്ടുള്ള നിർദ്ദേശം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവരതിനു വേണ്ടി പ്രത്യേക പരിശീലനം സിദ്ധിച്ചവരാണ്. അവർക്ക് വേണ്ടി പ്രത്യേക ഡയറ്റ് ദേവസ്വം ബോർഡും ഞങ്ങളുടെ മെസ്സും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് 15 മിനിറ്റ് കൂടുമ്പം ആൾക്കാരെ മാറ്റി വീണ്ടും ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാർ, പരമാവധി ആൾക്കാരുടെ എണ്ണം കയറാനായിട്ട്. കാരണം ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഈ 95% ആൾക്കാർ ഇരുമുടിയുമായി വന്ന് 18-ാം പടിയിലൂടെ തന്നെ ദർശനം നടത്തുന്ന ആൾക്കാരാണ്. മറ്റെല്ലാ ക്ഷേത്രങ്ങളിലുള്ള പ്രത്യേകിച്ച് ഒരുപാട് എൻട്രി പോയിന്റ്സ് ഉണ്ടാവും. ഇവിടെ ഒരൊറ്റ എൻട്രി പോയിന്റേ ഉള്ളൂ.
അപ്പോൾ ആ എൻട്രി പോയിന്റിൽ സുഗമമായ ആൾക്കാർ എത്ര വേഗം കടന്നു പോകുന്നോ അതനുസരിച്ച് പുറകിലുള്ളവർക്ക് കൂടുതൽ ദർശന സൗകര്യം കിട്ടും. വരുന്ന ഭക്തജനങ്ങൾ ശ്രദ്ധിക്കേണ്ട പലരുടെ ആഗ്രഹമാണ് പടി തൊട്ട് തൊഴണമെന്നൊക്കെ. അതൊന്നും സാധിക്കുന്ന കാര്യമല്ല. അതൊക്കെ മനസ്സിൽ ഭഗവാനെ സമർപ്പിച്ചിട്ട് ഈ പോലീസ് അയ്യപ്പന്മാരുടെ നിർദ്ദേശപ്രകാരം എത്രയും പെട്ടെന്ന് പരമാവധി ആൾക്കാർ ദർശനം കഴിഞ്ഞ് കയറിയാൽ, ദർശനത്തിന് വേണ്ടി 18-ാം പടി കയറിയാൽ അത്രയും കൂടുതൽ ആൾക്കാർക്ക് പുറകിലുള്ളവർക്ക് ദർശനം കിട്ടും. എല്ലാവരും ഭഗവാന്റെ മുമ്പിൽ ദർശനത്തിന് വേണ്ടി വന്നവരാണെന്നുള്ള ഓർമ്മയോടുകൂടി എല്ലാവരും ദർശനത്തിന് സമയം ക്രമീകരിച്ചാൽ നല്ലൊരു ദർശനകാലം നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും. ഈ സ്പോട്ട് ബുക്കിങ്ങിന്റെ കാര്യത്തിൽ എന്താണ് സംവിധാനം? ഞാൻ അതാണല്ലോ നേരത്തെ പറഞ്ഞത്. എൻട്രി പോയിന്റിൽ ആർക്കെങ്കിലും വെർച്വൽ ക്യൂ പാസ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് പരിമിതമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഓൺലൈൻ തന്നെ ബുക്ക് ചെയ്തിട്ട് വരണം. അവരുടെ കൂട്ടത്തിൽ ഇരുന്ന ആർക്കെങ്കിലും 1-2 പേർക്ക് ഇല്ലാതെ വന്നാലുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 10,000-ൽ പരം ആളുകൾ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും കയറ്റിവിടുന്നാണ് മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ദർശനം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് ഇനി ചോദ്യങ്ങളില്ല. ഇവിടെ വരുന്ന എല്ലാവർക്കും സുഖദർശനം, സുഗമ ദർശനം എന്നുള്ളതാണ് നമ്മുടെ ആപ്തവാക്യം. അത് പൂർണ്ണമായി പാലിച്ചിരിക്കും. പരിചയസമ്പന്നരായ പോലീസുകാരെ നിയോഗിച്ചില്ല എന്നുള്ള പരാതി കഴിഞ്ഞ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ നികത്തിയെന്ന് തോന്നുന്നു അല്ലേ? ഏറ്റവും കൂടുതൽ കാലം ഇവിടെ വന്നിരുന്ന ആളാണ്. എൻ്റെ 50 വർഷം കഴിഞ്ഞു ഇവിടെ. അതിൽ 28 വർഷത്തോളം ഡ്യൂട്ടി ആയിട്ട് തന്നെ കഴിഞ്ഞു. ഞാൻ പറയുന്നത് എല്ലാവരും പരിചയസമ്പന്നരായി കഴിഞ്ഞാൽ ഇനി അടുത്തൊരു തലമുറയ്ക്കും കൂടെ അവസരം വേണം. അതുകൊണ്ട് ഞങ്ങളത് വളരെ സമീകൃതമായിട്ടാണ് പരിചയസമ്പന്നരായിട്ടുള്ളൊരു 60% ആൾക്കാർ, ഒരു 40% പുതിയ ആൾക്കാരെയും വെച്ച് അവരും പരിചയപ്പെട്ട് വന്നാലേ അടുത്ത കൊല്ലത്ത് തീർത്ഥാടനം. ഇപ്പം അല്ലെങ്കിൽ കുറേ പേർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് അവസാനിച്ചു പോകില്ലേ. ഇപ്പോൾ പരിചയസമ്പത്ത് മാത്രം പോരാ, കൂടുതൽ ആൾക്കാർ ഈ യത്നത്തിൽ പങ്കാളികളാവണം. ഈ യജ്ഞത്തിന് ഭക്തജനങ്ങളുടെ കൂടെ പങ്കാളികളാവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് ഫലപ്രദമായി തവണ നടപ്പാക്കിയിട്ടുണ്ട്. വളരെ നന്ദി. ADGP S. ശ്രീജിത്ത് പറയുന്നത് പ്രധാനമായും പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ഒപ്പം പുതിയ ആളുകളെ പരിചയസമ്പത്ത് ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനവും നടക്കുന്നുണ്ട്. വലിയൊരു യജ്ഞമാണ് പോലീസ് നടത്തുന്നത്. ആ യജ്ഞത്തിൽ എല്ലാവരും പങ്കാളികളാകുന്നു. സുഗമമായ ദർശനം എന്നതാണ് പോലീസിൻ്റെയും ആപ്തവാക്യം. ആ തരത്തിലാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുള്ളത്.